ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 118:8-9 വചനം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ദൈവത്തിൽ മാത്രമാണ് ഒരു മനുഷ്യൻ ആശ്രയം വെക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അഭയം തേടുകയും അഭയം തേടുന്നത് മറ്റുള്ളവരിലേക്കാണ്. മറ്റുള്ളവരെന്നെ സഹായിച്ചില്ലെങ്കിൽ അവർക്കാകാമായിരുന്ന കാര്യം അവരെനിക്ക് ചെയ്തു തന്നില്ല എന്ന് പരാതി പറയുകയും ചെയ്യുന്നു. സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മാത്രമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും, കാമുകിയും കാമുകനും തമ്മിലുള്ള ബന്ധത്തിലും എല്ലാം ഒരു സ്വാർത്ഥതയുണ്ട്. എന്താണ് സ്വാർത്ഥത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? തന്നെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും അവരുടെ താല്പര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന് ആ ഒരു സ്വാർത്ഥത മനുഷ്യരോടില്ല. അതുകൊണ്ടാണല്ലോ മത്തായി 10:30 പറയുന്നത്, നിന്റെ തലമുടിയിഴ നാര് പോലും എണ്ണപ്പെട്ടതാണെന്ന് പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് യോനായുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. യോനായുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണ്. നമ്മുടെ കർത്താവ് അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായൊരാശ്രയം മറ്റുള്ളവരിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നതല്ലേ? അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.